ഹലോ വ്യൂവേഴ്സ്, എങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ? ആദ്യം ഇതുപോലെ ഒരു മാർക്കർ എടുത്തിട്ട് ഒരു റോസ് പൈപ്പ് ക്ലീനർ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ രണ്ടറ്റവും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊന്ന് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിന്റെ നീളം കൂടിയ പീസ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്തൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു പെറ്റൽ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഫ്ലവറിന്റെ ഒരു ബേസ് കിട്ടും. പിന്നെ വീണ്ടും രണ്ട് പൈപ്പ് ക്ലീനേഴ്സ് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുക. ആ ക്രീം കളർ പൈപ്പ് ക്ലീനേഴ്സ് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ആ ഫ്ലവറിന്റെ നടുക്കോട്ടൊന്ന് വെച്ചെടുക്കുക. അപ്പൊ നമ്മളുടെ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് ലീവ്സ് സെറ്റ് ആക്കാം. ലീവ്സിനായിട്ട് ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് നടുവേന്നൊന്ന് മടക്കി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ലീവ്സും സെറ്റായി. ഭയങ്കര സിമ്പിൾ അല്ലേ? നമ്മളുടെ അടുത്ത പരിപാടി ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. അതിന് ഇങ്ങനെ ഒരു പെട്ടി എടുത്ത് മുറിച്ച് അതിന് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി. പെയിന്റ് അടിച്ചപ്പോൾ ഒരു മേന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റിംഗ് റോപ്പ് എടുത്തൊന്ന് റോൾ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. അതിനൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഈ ബോക്സിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് ഈ സ്റ്റെപ്പ് ആയിരുന്നു കേട്ടോ. കാരണം ഇതൊന്നും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു പേപ്പർ എടുത്ത് ചുരുട്ടി അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇച്ചിരി കൂടെ ഭംഗിക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ ഫൈനൽ ലുക്ക്. വെയിലത്ത് വെച്ചപ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.